നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സാർ, നമസ്കാരം സാർ. ആരൊക്കെ ഇത്? സാർ, ഇത് പോസ്റ്റ്മാൻ, അത് പത്രക്കാരൻ, ഇത് പാൽക്കാരൻ, പിന്നെ ഇത് കൊറിയർ സർവീസ് ജോലി ചെയ്യുന്ന ആളാ. ഒരുപാട് കാലമായി ഇവർ ഈ നഗരത്തിൽ തന്നെ ഉള്ളവരാ. വേറെ എവിടെ നിന്നെങ്കിലും ഇവിടെ വന്ന് താമസിക്കുന്നവരെ ഇവർക്ക് എളുപ്പം അറിയാൻ കഴിയും. വെരി ഗുഡ്. ഇവിടെ എവിടെയെങ്കിലും രാധ എന്ന പേരുള്ള ഒരു സ്ത്രീയും അവളുടെ 2 അനുജത്തിമാരും താമസിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? സ്ത്രീകൾ മാത്രമേ വീട്ടിലുള്ളൂ സാർ. ആ, സ്ത്രീകൾ മാത്രമാവാനാണ് സാധ്യത. കൂടെ പുരുഷന്മാരുണ്ടോയെന്ന് എനിക്കറിയില്ല. വർഷങ്ങളായി ഞാൻ അവരെ കണ്ടിട്ട്. അങ്ങനെ ആരും എൻ്റെ ഡെലിവറി ഏരിയയിൽ ഇല്ല സാർ. അടുത്തെവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചാലേ അറിയാൻ പറ്റൂ സാർ. ശരി ശരി, ഒരു കാര്യം ചെയ്യ, നിങ്ങളൊന്ന് അന്വേഷിക്കുക. രാധ എന്ന മൂത്തവളുടെ പേര്. ഏകദേശം ഒരു 25 വയസ്സ് വരും. അടുത്ത ആൾ ദർശന, പിന്നെ സൗഭാഗ്യം. വല്ല കൊറിയറോ പോസ്റ്റോ ഒക്കെ വരികയാണെങ്കിൽ അഡ്രസ്സും ലൊക്കേഷനും ഞങ്ങൾക്ക് തന്നാൽ മതി. വേറെ വല്ല വഴിയിലും അന്വേഷിക്കാൻ സാധിച്ചാൽ അതും ചെയ്യാം നിങ്ങൾക്ക്. ഞങ്ങളുടെ പത്രത്തിന് 2-3 ലോക്കൽ ഏജന്റുമാരുണ്ട്. ഈ പറഞ്ഞവരുടെ ഫോട്ടോ മറ്റേ കിട്ടിയാൽ നന്നായിരുന്നു. ഫോട്ടോ ഞാൻ തരാം, പക്ഷേ അത് കുറച്ച് പഴയതാണ്. ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടാവും. എങ്കിലും ആ ഫോട്ടോ നോക്കൂ. പാസി, ആ സാർ. ആ ഗ്രൂപ്പ് ഫോട്ടോ ഇല്ലേ, അതിങ്ങനെ എടുത്തോളൂ. ആ ശരി സാർ. അയ്യോ, ഒരു കാര്യം നേരെ ചൊവ്വ ചെയ്യാനറിയാത്ത കഴുത. Stupid. സോറി സാർ. Sorry, my fault. വേറെ കോപ്പി ഉണ്ടോ ഇവിടെ? ഇല്ല സാർ. ഇതില് ആരെയും വ്യക്തമല്ല. ഇതിന് മറ്റൊരു കോപ്പി എടുത്തിട്ട് ഇയാളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ. തൽക്കാലം നിങ്ങൾക്ക് കഴിയുന്ന വഴിയിലൂടെ അന്വേഷിക്കൂ. ഇത് ടീമായി നിങ്ങളുടെ അന്വേഷണത്തിനുള്ള താൽക്കാലികമായ ചെലവിന്. അവരെ കണ്ടുപിടിച്ച് തന്ന ഇതിന്റെ ഇരട്ടി ഞാൻ വേറെ തരും. പരമാവധി ശ്രമിക്കാം സാർ. എന്തെങ്കിലും സൂചന കിട്ടിയാൽ വിളിക്കാം സാർ. ശരി സാർ. ശരി. നോക്കി നിൽക്കാതെ വൃത്തിയാക്കടി. കൊള്ളാം. രാധയെ കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുന്നത് ആരാണെന്നാണ് നീ കരുതുന്നത്? അതാരും അല്ലെന്ന്. നമുക്ക് അവരെക്കുറിച്ച് ഒരു വ്യക്തതയില്ലല്ലോ. അതുകൊണ്ടുണ്ടാവുന്ന തടസ്സങ്ങളും പരാജയങ്ങളും മാത്രം. അല്ല, ഞാൻ അങ്ങനെയല്ല കരുതുന്നത്. അവരെ രക്ഷിക്കുന്നത് സുഭദ്രയുടെ ആ പ്രേതാത്മാവാണോ എന്ന് ഞാൻ സംശയിക്കുന്നു.
ഓഫ്, എന്റെ അമ്മേ, ഇതിലൊരു പ്രേതാത്മാവും മണ്ണാങ്കട്ടെ ഒന്നുമില്ല. മണ്ണാങ്കട്ട അതാണ് നീയും ഞാനും. തൃപ്പങ്ങോട്ട് സുഭദ്ര മണ്ണാങ്കട്ടകളായ മനുഷ്യജന്മം ഉപേക്ഷിച്ചവളാ. അവള് വിചാരിച്ചാൽ പലതും നടക്കും, പലതും. രാധയെ കിട്ടണമെങ്കിൽ, നിന്റെ മകൻ കാശിനാഥിനെ കിട്ടണമെങ്കിൽ ആദ്യം നീ ആ സുഭദ്രയെ ഒരു തുണ്ട് കാഞ്ഞിരപ്പലകയിൽ തറയ്ക്കാൻ നോക്ക്. അതേ എനിക്കിപ്പോ പറയാനുള്ളൂ, അതും മാത്രം. ആരാ ആരാ നിങ്ങള്? എന്തു വേണം? നിങ്ങൾ ഈ നാട്ടിലുള്ള ആളല്ലല്ലോ, ശരിയല്ലേ? തൃപ്പങ്ങോട്ടല്ലേ നിങ്ങളുടെ സ്വന്തം സ്ഥലം? തൃപ്പങ്ങോട്ടോ? അതെ, ഞാൻ ഈ നാട്ടിൽ തന്നെയുള്ള ആളാ. പക്ഷേ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ നിങ്ങൾ ആരാണെന്ന് മനസ്സിലായില്ല. നിങ്ങൾ എത്ര പേരുണ്ട്? എത്ര നാളായി ഇവിടെ താമസിക്കുന്നു? റേഷൻ കാർഡ് നിങ്ങൾക്ക് എവിടെയാ? ഹേ മിസ്റ്റർ, ഇതൊക്കെ എന്റെ സ്വകാര്യ വിവരങ്ങളാണ്. അതിനെക്കുറിച്ചൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാണ്? സെൻസസ് ഉദ്യോഗസ്ഥനാണോ? അല്ലെങ്കിൽ പഞ്ചായത്തിലെയോ മുനിസിപ്പാലിറ്റിയിലെയോ ആരെങ്കിലും ആണോ? ഇത് രണ്ടുമല്ല, ഞാനിവിടുത്തെ പോസ്റ്റ്മാനാ. ഓ, അത് ശരി. എന്നിട്ട് ഈ പോസ്റ്റ്മാനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഇവിടെയെങ്ങും. ഇനിയിപ്പോ ആണെങ്കിൽ തന്നെ തപാൽ ഉരുപ്പിടി തന്നിട്ട് പോകാനല്ലാതെ മറ്റൊരാളിന്റെ, അതും ഒരു സ്ത്രീയുടെ സ്വകാര്യ വിവരങ്ങൾ അന്വേഷിക്കുന്നത് കുറ്റമാണെന്ന് നിങ്ങൾക്കറിയില്ലേ? അതൊന്നും സാരമില്ല മേഡം. ഇവിടെ ചെറിയ കുട്ടിയുണ്ടോ മേഡത്തിന്? 7-നും 10-നും ഇടയിൽ പ്രായമുള്ള? എടോ, ഞാൻ പറയുന്നത് തനിക്ക് മനസ്സിലാവുന്നില്ലേ? എന്റെ അനുവാദം ഇല്ലാതെയാണ് താൻ ഇവിടെ കയറി നിൽക്കുന്നതും ചോദ്യങ്ങൾ ചോദിക്കുന്നതും. ഇവിടെ പുരുഷന്മാരാരും ഇല്ല അല്ലേ മേഡം? നിങ്ങൾ 3 സഹോദരിമാര് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയില്ല പ്രസാദേട്ടാ. കുഞ്ഞുങ്ങളുണ്ടോ, ആണുങ്ങളുണ്ടോ, വീട്ടിലെത്ര പെണ്ണുങ്ങളുണ്ട് എന്നൊക്കെയാ ഇയാള് ചോദിക്കുന്നത്. പോസ്റ്റ്മാനാണെന്നാ ചോദിക്കുമ്പോ പറയുന്നത്. ഓഹോ, അത് ശരി. വീട്ടിൽ ആണുങ്ങളുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? താൻ ഏത് പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാനാ? എവിടെ ഐ ഡി കാർഡ്? കാണട്ടെ. അല്ല സർ, അത് പിന്നെ ID കാർഡ് ഉണ്ട്, പക്ഷെ എന്റെ ഏരിയ വേറെയാ. ഏരിയ വേറെ ആണെങ്കിലേ അവിടെ പോയി അന്വേഷിക്കട്ടോ താൻ. മേലെ ഈ കോമ്പൗണ്ടിൽ കാലുകുത്തിയാ തന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. പറഞ്ഞു മനസ്സിലായില്ലേ? ഓർമ്മ പോടോ. അവൻ 1.5 പിരി ലൂസാണെന്ന് തോന്നുന്നു. ഇത്തരക്കാരെ ജസ്റ്റ് ഒന്ന് സൂക്ഷിക്കണം. അയാളെ ആരെങ്കിലും ഇങ്ങോട്ട് അയച്ചതാവാനും വഴിയുണ്ട്. ആരയക്കാൻ? അല്ലെങ്കിൽ തന്നെ അഞ്ജലിക്ക് ഇവിടെ ആരാ ശത്രുക്കള്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.